കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിനോദ് തന്റെ ക്യാബിൽ നിന്ന് ജോലി ചെയ്യുകയാണ്. ഈ സമയം ഉച്ചയോടെ അടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വിനോദ് എന്ത് ചെയ്യുകയാണ്, താഴെ ഇരുന്ന ആ ഒരു ബോട്ടിലും കിടക്കുകയാണ്. അതിനകത്തൊന്ന് കുറച്ച് വെള്ളം കൊണ്ടെടുത്ത് കുടിച്ചു. നല്ല മദ്യത്തിന്റെ കളറുള്ള വെള്ളമാണ്. അത് മദ്യം വെള്ളം കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ നേരത്തെ ഇത്രയും ദിവസം വീട്ടിൽ ഇരുന്ന് കുടിച്ചുകൊണ്ടിരുന്ന, പക്ഷെ പെട്ടെന്ന് ഓഫീസിലേക്ക് വന്ന് ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ വിനോദ് നോക്കി കഴിഞ്ഞപ്പോ വിനോദിന് ഏറ്റവും നല്ല മാർഗം ഇതായിട്ട് തോന്നി. അങ്ങനെ ആ ഡൈല്യൂട്ട് ചെയ്ത വെള്ളം വിനോദ് കുടിക്കുകയാണ്. അപ്പോഴേക്കാണ് രാധികാമ്മയുടെ വരവ്. പെട്ടെന്ന് വിനോദിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. രാധികാമ്മയുടെ വരാൻ പറയണം, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാ. വെള്ളം കുടിക്കാൻ നല്ലതാന്ന് പറയണം. അത് പിന്നെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ വന്ന് നന്നായിട്ട് വെള്ളം കുടിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം തിളപ്പിച്ചുകൊണ്ട് വരുവായിരുന്നേന്ന് പറയാം. ഓ ആയിക്കോട്ടെ, അതിന് ഞാനൊന്നും പറഞ്ഞില്ല വിനോദേന്ന് പറയണം. പിന്നീട് രാധിക മനസ്സിൽ പറഞ്ഞു, നീ നന്നായിട്ട് കുടിക്കുക, കാരണം നിന്നെ ശിഖണ്ഡിയായിട്ട് മുൻനിർത്തി വേണം എനിക്ക് യുദ്ധം ചെയ്യാനായിട്ട് എന്ന് രാധിക പറയണം. പിന്നീട് ചോദിച്ചു, അല്ല ഗോവിന്ദൻ ഗീതയൊക്കെ എന്തേന്ന് ചോദിക്കാം. ഗോവിന്ദനും ഗീത ചേച്ചിയും കൂടെ പുറത്തു പോയിക്കോ ഫുഡ് കഴിക്കാനായിട്ട്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാ? അതെ. ഓ ചിലപ്പം ഗീത പ്രഗ്നന്റ് ഒക്കെ ആയിട്ട് ഇരിക്കുമല്ലേ, അപ്പൊ ഗീതുവിന് വേണ്ട ഇഷ്ട വിഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ. അതെ, വിനോദിന്റെ പെങ്ങക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവാ എന്റെ കണ്ണനെ പോലെയുള്ള ഒരു മോനെ കിട്ടിയത്. അവളെ നല്ല കൈവളയിലല്ലേ കൊണ്ടു നടക്കണെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ വിനോദ് പറഞ്ഞു, അത് ശരിയാ രാധിക മാഡം പറയണം. പിന്നീട് രാധിക പറഞ്ഞു, അതെ ഇവിടെ ക്യാബിന് പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടൊന്നുമില്ല. മാഡം ഇന്ന് വരുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. മാഡത്തിന്റെ ക്യാബിന് ആപ്പാടെ വൃത്തിയേടാക്കി കിടക്കുക. ഞാൻ റെഡിയാക്കാൻ പറയാം. അതുവരെ ഒരു കാര്യം ചെയ്യാം, ഗോവിന്ദന്റെ ക്യാബിലേക്ക് ഇരുന്നോളാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, ഗോവിന്ദന്റെ ക്യാബിലേക്ക് അവരെ കൊണ്ട് ചെല്ലുവാണ്. അതിനുശേഷം ഇവിടെ ഇരുന്നോ മേഡെന്നും പറഞ്ഞുകൊണ്ട് വിനോദ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം രാധിക അവിടേക്ക് നോക്കിക്കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. കുറെ കാലം മുമ്പ് വരെ താന് ഇവിടെ ഇതുപോലെ ഒരു കസേര കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ ഇപ്പൊ ആ പഴയ പ്രതാപം കാര്യങ്ങളൊക്കെ പോയി, അതൊക്കെ ഒന്ന് വീണ്ടെടുക്കണം എന്ന് കരുതിയിട്ട് രാധിക ഗോവിന്ദന്റെ ചെയറിലേക്ക് അങ്ങോട്ട് പോയി ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ആലോചിച്ചു, തന്റെ ഏറാമൂളിയായിട്ട് ഇനിയിപ്പോ ഗോവിന്ദനെ വരുത്തണം. താൻ ആജ്ഞാപിച്ചു കഴിയുമ്പത്തേനും ഗോവിന്ദ് തന്നെ കൺമുന്നിലേക്ക് വന്നിങ്ങനെ നിൽക്കണം. എന്താ അമ്മയെന്നൊക്കെ ചോദിച്ചോണ്ട് ആ സമയം രാധിക അത് മനക്കണ്ണി കാണുവാണ്. തന്റെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ചു വന്നിരിക്കുന്ന ഗോവിന്ദ്. പിന്നീട് താൻ ഗോവിന്ദനോട് ചോദിക്കുകയാണ്, ദേ പണം അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞിട്ടോ, എന്താ എതിരായിട്ടും ഇതുവരെ ട്രാൻസ്ഫർ ചെയ്തില്ല എന്നൊക്കെ താൻ ഗോവിന്ദനോട് ചോദിക്കണം. 1 കോടി രൂപ. ഇത് കേട്ടൻ ഗോവിന്ദ് പറഞ്ഞു, അത് അമ്മയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടല്ലോ, ക്യാഷ് ആയിട്ടാ ട്രാൻസ്ഫർ ചെയ്തേക്കെന്നൊക്കെ പറയണം. ആണോ, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രാധിക പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കണം. ആ പണം വന്നിട്ടില്ല. പണം ഇതിന് അക്കൗണ്ടിൽ വന്നിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞ് രാധിക പെട്ടെന്ന് ചുറ്റും നോക്കണം. അയ്യോ താൻ എന്താ ദിവാസ്വപ്നം കണ്ടതാണോ? എന്ത് ചെയ്യാനെന്ന് പറ. ഗോവിന്ദ് വന്നിട്ടും കൂടി ഇല്ല. താൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടിയതാ. പെട്ടെന്ന് രാധിക എഴുന്നേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ആകെപ്പാടെ തലയ്ക്കൊരു പെരുപ്പ് പോലെ. ആ സമയത്താണ് രാധിക കാഴ്ച കാണുന്നത്. ബോർഡില് ഗോവിന്ദൻ ഗീതും കൂടെ തലേ ദിവസം എഴുതി വെച്ച ആ കാര്യങ്ങളൊക്കെ, ഭാസ്കരന്, അനാർക്കലി അങ്ങനെയുള്ള പേരുകളൊക്കെ അവരെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി എഴുതി വെച്ചിരുന്നായിരുന്നു. ഒരു നിമിഷം ഭാസ്കരന്റെ പേര് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധിക ഞെട്ടിപ്പോയി. അയ്യോ ഇത് ഭാസ്കരന്റെ പേരാണല്ലോ. അങ്ങനെയാണെങ്കിൽ കണ്ണനാണ്ട് സത്യത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കാം. അവസാന സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ തന്റെ ജീവൻ അപകടത്തിലാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ സമനില തെറ്റിയവളെ പോലെ രാധിക ഇങ്ങനെ ആ മുറിക്കകത്ത് നിൽക്കുകയാണ്. രാധികയ്ക്ക് ഇറങ്ങി പോവാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥ പോലെ ആയിപ്പോയി. ഒരിക്കലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് രാധിക പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ. പിന്നീട് ഗീതു വിജയലക്ഷ്മിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ വിജയലക്ഷ്മിയോട് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം ഗീതു പറഞ്ഞു, അമ്മ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മയോട് സംസാരിക്കാനെന്ന് പറയാം. എന്താ മോളെ? അത് പിന്നെ അച്ഛന്റെ മരണത്തിന്റെ പിന്നില് അനാർക്കലിയാന്നല്ലേ നമ്മൾ വിചാരിച്ചോണ്ടിരുന്നത്. അനാർക്കലി മാത്രമുള്ളെന്ന്. അത് മാത്രമല്ല, അവര് 2-3 പേര് കൂടി ഒരു സംഘം, ഒരു ഗ്യാങ് ആയിരുന്നു പറയണേ. ഗ്യാങ്ങോ? അതെ, അനാർക്കലി മാത്രമല്ല, അനാർക്കലിയെ കൂടാതെ ഭാസ്കരനും കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ SI ഉണ്ടായിരുന്നു പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം ഉറപ്പായി, ഗീത സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു നിമിഷം ആ ഞെട്ടലിൽ നിന്നും വിജയലക്ഷ്മി മുക്തിയാകണം. അല്ല മോൾക്ക് ഇതെങ്ങനെ മനസ്സിലായി? അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. പക്ഷെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഈ കൃഷ്ണകുമാറിനെ കുറിച്ച്. അല്ല അത് പിന്നെ മോളെ, ഞാനിപ്പോ മോള് പറയുമ്പോഴാണ് അറിയുന്നേ. അയാൾ അച്ഛൻ മരിച്ചതിന് ശേഷം 5 വർഷത്തിന് ശേഷമാണ്. കാരണം ഈ സ്വത്ത് ഭാഗം വെക്കാൻ ശ്രമിക്കുന്നതിനുള്ള തർക്കത്തിനിടയില അയാൾ മരിക്കണേന്ന് പറയണം. അതിന്റെ പേരിലാണ് അനാർക്കലിയും ഈ പറയുന്ന ഭാസ്കരൻ ജയിലിലേക്ക് പോയെന്ന് പറയാം. ഇത് കേട്ടപ്പം വിജയലക്ഷ്മി പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു മോളെന്ന് പറയണം. അതെ, അങ്ങനെ ചില കഥകളൊക്കെ ഉണ്ടായിരുന്നമ്മേ. അമ്മ ഇത് അറിയേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ പറയണം. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്കൊന്നും അറിയില്ലെന്ന് ചോദിക്കേ. എനിക്ക് ഈ പറയുന്ന ആൾക്കാരെയൊന്നും അറിയത്തില്ല മോളെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു, അമ്മയ്ക്ക് അറിയാവോ ഈ പറയുന്ന അനാർക്കലിയും ഭാസ്കരനും അവരെല്ലാരും കൂടെ ചേർന്ന് ഇങ്ങനെ ചതി ചെയ്ത സമയത്ത് എന്റെ അച്ഛനും അവരോടൊപ്പം ചേർന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുന്ന പറഞ്ഞാല് എന്റെ അച്ഛനെ മുൻനിർത്തി അവസാനം
അച്ഛന് കുറച്ച് പൈസ കിട്ടിയത് കൊണ്ട് അച്ഛൻ ഞങ്ങളെയും കൊണ്ട് ഈ നാട് വിട്ടു പോവുക തന്നെ ചെയ്തേ. അങ്ങനെ അവസാനം അച്ഛനാണ് പണം കൊണ്ട് പോയെന്നൊരു പേരെല്ലാം കേട്ടു. പക്ഷേങ്കില് ആ പണമൊക്കെ പിന്നീട് വീതിച്ചെടുത്ത് ഈ പറയുന്ന അനാർക്കലിയും ഭാസ്കരനും ഒക്കെ ചേർന്നിട്ടാന്ന് പറയാണ്. കൃഷ്ണകുമാരും മരിച്ചും പോയായിരുന്നല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, അല്ല മോളെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പറയാം. അല്ല, അനാർക്കലി അമ്മയുടെ കൂട്ടല്ലാരും ചോദിക്കും. അതെ, കൂട്ടായിരുന്നു. അവളൊരു സ്വാർത്ഥയായിരുന്നു. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഞാൻ അത്ര ശ്രദ്ധയൊന്നും ചെലുത്തിയിരുന്നില്ല മോളെ. പിന്നെ കാണുമ്പോൾ മിണ്ടും സംസാരിക്കും, അതിനേക്കാൾ ഉപരി വേറൊന്നും ഇല്ലാന്ന് പറയണം. അതും മനസ്സിലായി. പക്ഷെ അമ്മേ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമില്ലെന്ന് ചോദിക്കും. അത് പിന്നെ എനിക്ക് എങ്ങനെയാ മോളെ അറിയാവുന്നേ? ഇത് കേട്ടതും ഗീത പറഞ്ഞു, അതെ, അമ്മയ്ക്ക് ഇനിയിപ്പോ മനസ്സിലായില്ലെങ്കിലും കണ്ണേട്ടന് മനസ്സിലായിട്ടുണ്ട്. കണ്ണേട്ടൻ പറഞ്ഞു, അതെ, ശരിയായ കാര്യങ്ങളൊക്കെ തന്നെയാന്ന് പറഞ്ഞേ. അവൻ എന്താ പറഞ്ഞേ? അല്ല, ഒന്നുമില്ലാന്ന് പറയണേ. എന്തോ കാര്യമുണ്ട്, എന്താ പറഞ്ഞേ? പിന്നെ കണ്ണേട്ടൻ എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു വിട്ട അമ്മയെന്ന് പറയണേ. എന്ത് കാര്യം അവൻ പറഞ്ഞു വിട്ടെ? എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ ഭർത്താവാണ്, അല്ലെങ്കിൽ രഞ്ജുവിന്റെ അച്ഛനാണ് ഈ പറയുന്ന സത്യാസാസം എന്ന് അത് മാത്രം അമ്മ പറയരുത്. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം പറഞ്ഞു പറയണം. ഇത് കേട്ടതും വിജയലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു. അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ സാധിക്കില്ലെന്ന് കണ്ണേട്ടൻ നന്നായിട്ടറിയാം. അമ്മേനെ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്. അമ്മ തെറ്റായ വഴിക്ക് പോയില്ലെന്ന് കണ്ണേട്ടൻ അറിയാവുന്നതുകൊണ്ട് തന്നെയാന്ന് പറയണം. ഇത് കേട്ടതും വിജയലക്ഷ്മി ഓർത്തു, തന്റെ മകന് തന്നെ ഇത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരിക. പിന്നീട് ഗീത പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോട്ടേമെന്ന് ചോദിക്കാം. അല്ല മോളെ, അത് പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഒന്നും വേണ്ടമ്മേന്ന് പറയണേ. എന്നെ കാത്ത് കണ്ണേട്ടനവിടെ ഉണ്ട്. പിന്നെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് പോന്ന് കരുതി വന്നാന്ന് പറയാണ്. അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ തുറന്നു പറയാൻ മടിക്കരുതെന്ന് പറയണേ. ഇല്ല, ഞാൻ തുറന്നു പറഞ്ഞോളാന്ന് പറയാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ ശരിയാണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഒരിടത്ത് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ്. ഓക്കെയാ മോളെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീതുവിന്റെ ഒരു കാര്യം മനസ്സിലായി. അമ്മ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗീത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി മനസ്സിലോർത്തു, അവളോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാർക്കലിയുടെ മോളാണ് രഞ്ജു എന്നുള്ള കാര്യം അവൾ അറിയും. അത് ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. പിന്നീട് ഗീത നേരെ ഗോവിന്ദിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് വിജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നീട് പറഞ്ഞു, നമ്മുടെ ഈ പ്രോഗ്രാം സക്സസ് ആയില്ലെന്ന് പറയാണ്. സക്സസ് ആയില്ലെന്ന് ആര് പറഞ്ഞു? സക്സസ് ആയതുകൊണ്ടാണല്ലോ അമ്മ എതിർത്ത് മറുപടി ഒന്നും പറയാത്തെ. നമ്മളൊരു കെട്ടിച്ചമച്ചൊരു കഥയുണ്ടാക്കിയതില്ലേ ഈ ഭാസ്കരന്റെ കാര്യമൊക്കെ. അത് മാത്രമല്ല, അമ്മയോട് പറഞ്ഞില്ലേ ഈ പറയുന്ന ഭാസ്കരന്റെ സത്യദാസം ഒന്നാന്ന്. അതെ, ഞാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അമ്മയിലൊരു ഞെട്ടലുണ്ടായെന്ന് പറയാം. എന്നാ അമ്മയ്ക്ക് അറിയായിരിക്കണം ആ കാര്യങ്ങളൊക്കെ. നീ അറിഞ്ഞല്ലോ എന്നോർത്തൊരു ഞെട്ടലായിരിക്കും എന്ന് പറയാം. അത് ശരിയാ, എനിക്കും അത് തോന്നിയെന്ന് പറയണം. അതിനർത്ഥം എന്താ? ഈ നമ്മള് പറഞ്ഞ കഥകളെല്ലാം ശരിയാന്നല്ലേ? അപ്പൊ നമ്മള് യഥാർത്ഥ ദിശയ്ക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം എന്ന് ചോദിക്കണം. അതെ കണ്ണേട്ടാ, അതങ്ങനെ തന്നെയാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. എത്രയും പെട്ടെന്ന് തന്നെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ഇതിന്റെ പിന്നിൽ ആരാണ്, എന്താണ് എന്നുള്ള സത്യമൊക്കെ. ഭാസ്കരൻ ഇതിനകത്ത് പങ്ക് എന്താണെന്ന് അറിയണം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, അത് ശരിയാ, എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് അത് തന്നെയായിരിക്കും നല്ലത് എന്നൊക്കെ പറയണം. പിന്നീട് അപർണിക അജാസിനെ ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്. അജാസിനെ വിളിച്ച് വീട്ടിലെത്തിയെന്നൊക്കെ ചോദിക്കാം. എത്തിയിട്ട് ഇത്തിരി സമയം ആയതോളെന്ന് പറയണം. വീട്ടിലെത്തിയിട്ട് വിളിക്കാന്ന് കരുതിയാൽ വിളിക്കായിരുന്നെന്നൊക്കെ പറയണം. അപ്പോഴേക്കും റഹ്റാം അങ്ങോട്ട് വന്നു. റഹ്റാം വന്നിട്ട് ചോദിച്ചു, മോളിന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അതെ ഡാഡി, ഞാൻ സന്തോഷത്തിലാന്ന് പറയണം. അത് പിന്നെ മോളെ, ഗോവൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ കല്യാണമൊന്നും മോൾക്ക് ഇടപെടിയെന്ന് ആലോചിക്കേണ്ട. കിഷോർ മരിച്ചിട്ട് 1 വർഷം അതിന് ശേഷം മാത്രം മതിയെന്നാ പറഞ്ഞേ. ശരി ഡാഡി, ഗോവന്ദൻ എങ്ങനെ എന്നെ മനസ്സിലായല്ലോ എന്ന് പറയണം. അത് പിന്നെ ഗോവന്ത് പറഞ്ഞ പിന്നെ എനിക്ക് മറുത്തൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനും ഓക്കെ പറഞ്ഞു പറയണം. ഈ സമയം അപർണ എന്നിട്ട് പറഞ്ഞു, അല്ലേലും എനിക്കറിയാം എന്റെ ഡാഡി പാവാന്നുള്ള കാര്യം എനിക്കറിയാന്നൊക്കെ പറയാണ്. അതിനുശേഷം അപർണ എന്താണ് പോയി അലമാരി തുറക്കുവാണ്. അലമാരി തുറന്നിട്ട് അതിനകത്ത് ഒരു ഫോണും എടുത്തിട്ട് വന്നു. അതെ, കഴിഞ്ഞ ദിവസം ദേഷ്യം വന്നിപ്പം ഡാഡിയുടെ ഫോൺ ഞാൻ തല്ലിപ്പൊടിച്ചില്ലേ, അതിന് പകരം ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിച്ചാന്ന് പറയും. എനിക്കറിയാമായിരുന്നു മോളെ, നീ എനിക്ക് പുതിയ ഫോൺ മേടിച്ചു തരുമെന്ന്. പിന്നെ മേടിച്ചു തരുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ ചിരിക്കുവാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും റഹ്റാമിന് സന്തോഷമായി. തന്റെ മോള് കുറെ ദിവസത്തിന് ശേഷം ഇങ്ങനെ ചിരിച്ചു കാണുന്നേ. പിന്നീട് പറഞ്ഞു, ഈ ചിരി എപ്പോഴും മോളുടെ മുഖത്തുണ്ടായിരിക്കണം എന്ന് പറയാം. എപ്പോഴും ഉണ്ടായിരിക്കും ഡാഡി. ഡാഡി ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് റഹ്റാമിനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.